ദൈവത്തിന്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെല്ലായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കലും ഇവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. ആമേൻ. നമ്മളെ യൂദയുടെ ലേഖനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അത് അവസാനിച്ചു അല്ലെ? യൂദയുടെ ലേഖനം കഴിഞ്ഞു. ഇന്ന് നമുക്ക് യോഹന്നാന്റെ ലേഖനമാണ് നമ്മൾ ചിന്തിക്കാം. 1 യോഹന്നാന്റെ ലേഖനം നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാൻ 1:1 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ മതി മതി നമുക്ക് ആ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. നമുക്കറിയുന്ന പോലെ പുതിയ നിയമത്തിൽ എത്ര പുസ്തകമുണ്ട്? 27 പുസ്തകങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതാണ്. അതില് എത്ര ലേഖനങ്ങളുണ്ട്? 21 ലേഖനങ്ങളാണുള്ളത്. ലേഖനങ്ങള് 21. അതിലെ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ എത്രയാണ്? പൊതുവെ 14 പറയുന്നു. എങ്കിലും 13+1 എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തെ കുറിച്ച് തർക്കങ്ങളുള്ളതിനെ പലരും എഴുതിയെന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയെന്നും അപ്പല്ലോസ് എഴുതിയെന്നും ക്രിസ്കൽ എഴുതിയെന്നൊക്കെ പലരുമായിട്ട് അഭിപ്രായം ഉള്ളത് കൊണ്ട് 13+1 എന്ന് നമുക്ക് പറയാം. അപ്പൊ അതില് പൗലോസിന്റെ ലേഖനങ്ങളില് എത്രയായിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാം? പറഞ്ഞട്ടെ. കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്. പിന്നെ ഏത് ലേഖനമുണ്ട്? ഇടയ ലേഖനമുണ്ട് അല്ലെ? കാരാഗ്രഹ ലേഖനങ്ങൾ ഏതാ? മറന്നു പോയതുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ ഏതാ? എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ. അതാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. ഇടയ ലേഖനങ്ങൾ 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്. ഇതാണ് ഇടയ ലേഖനങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ബാക്കി 21 ബാക്കി എത്ര ഉണ്ട്? 21 14 പോയ എത്രയാ? ബാക്കി 7 ലേഖനങ്ങളുള്ളത്. അപ്പൊ ആ 7 ലേഖനങ്ങളെ പൊതുവായ ലേഖനങ്ങൾ, അല്ലെങ്കിൽ കത്തോലിക്കല്ല, കാതോലിക സാർവത്രിക ലേഖനങ്ങൾ എന്നാണ് പറഞ്ഞത്. അതായത് യാക്കോബ് മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങൾ. യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ. അങ്ങനെ 7 ലേഖനങ്ങളെ പൊതുവായ ലേഖനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ പൊതുവായ ലേഖനങ്ങളില് പെട്ട ഒരു ലേഖനമാണ് ഏത്? യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മോശ എത്ര പുസ്തകം എഴുതി? മോശ എത്ര പുസ്തകം എഴുതി? പഞ്ചഗ്രന്ഥങ്ങൾ എത്രയാ? പഞ്ചഗ്രന്ഥങ്ങൾ 5 ഗ്രന്ഥങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ ഇത് മോശ എഴുതി എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ മോശ എന്ന വ്യക്തി 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളായിട്ടാണ് യോഹന്നാന്റെ പുസ്തകങ്ങൾ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1, 2, 3 അല്ലെ ലേഖനങ്ങൾ. അപ്പൊ 4 ആയില്ലേ? പിന്നെന്താണ്? വെളിപ്പാട് പുസ്തകം. അപ്പൊ 5 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ ആരെ എഴുതിയിട്ടുണ്ട്? യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നും എന്താണ് ഈ പുസ്തകത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തില് ഈ പുസ്തകം അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച യേശുക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞല്ലേ? യോഹന്നാന്റെ വിശേഷം 1:12 വായിച്ചേ. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു അല്ലേ? വായിച്ചോ. കണ്ടോ? അവനെന്ന് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അതായത് യോഹന്നാന്റെ സുവിശേഷം വായിച്ച് യേശുവിനെ സ്വീകരിച്ച് ആ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിച്ച ദൈവമക്കൾ അനുസരിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ചാണ്, ദൈവസ്നേഹത്തെ കുറിച്ചും ദൈവസ്നേഹത്തിലുള്ള പ്രവൃത്തിയെ കുറിച്ചൊക്കെയാണ് ആര് പറയുന്നത്? യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എന്താണ് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതായത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നു.
ആ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ആത്മീകമായിട്ട് വളരുവാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? യോഹന്നാന്റെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ലേഖനത്തിലെ ദൈവത്തെ കൂടുതൽ അറിയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു, തുടർന്ന് എന്താണ്? പാപം ചെയ്യാതെ ജീവിക്കുന്നു. ഈ ലേഖനങ്ങളുടെ ഉദ്ദേശം എന്താണ്? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി യേശുവിനെ കൂടുതൽ അറിയുന്നു, കൂടുതലായിട്ട് സ്നേഹിക്കുന്നു, പിന്നെന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളെ പഠിക്കുന്നു. അങ്ങനെ ആ കൽപ്പനകളെ പ്രമാണിച്ച് പാപം ചെയ്യാതെ എന്താണ്? വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഹന്നാൻ എന്ത് ചെയ്തേക്കണേ? ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പം ഇനി ദൈവത്തെ കൂടുതൽ അറിയുക, ദൈവമായിട്ട് ഒത്തു നടക്കുക, പാപം ചെയ്യാതിരിക്കുക, വിഗ്രഹങ്ങളോടും ദുരുപദേഷ്ടക്കന്മാരോടും അകന്നു ജീവിക്കുക, ആത്മീയ കൂട്ടായ്മയെ വർദ്ധിച്ചു വരിക എന്നിങ്ങനെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഏത്? ഈ യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ അത്ര പ്രാധാന്യം എന്താണ് ഈ ലേഖനത്തിലുണ്ട്. അപ്പൊ ഇതില് ഇരുട്ടിൽ നടക്കുന്നതിനെ കുറിച്ചും ലോകത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും കള്ളപ്രവാചകന്മാരുടെ വരവിനെ കുറിച്ചും അഭിഷേകത്തെ കുറിച്ചുള്ള തർക്കങ്ങള്, വിഗ്രഹങ്ങളോടുള്ള അടുപ്പം തുടങ്ങി സഭയിലുള്ള ചില ക്രമക്കേടുകൾ ഈ ഒന്നാം ലേഖനത്തിൽ തന്റെ ചിന്തയിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യുന്നു? കാണുന്നു. ഒന്നാമത്തെ ലേഖനത്തിൽ ഇത്രയധികം കാര്യങ്ങൾ എന്താണ് വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കേണ്ടതിന് വേണ്ടിയാണ് എന്ത് ചെയ്തേക്കണേ? ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഓക്കെ, എത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി ആ കാലഘട്ടത്തിൽ തന്നെ പല ലേഖനങ്ങൾ എഴുതപ്പെട്ടിരുന്നു. പല സുവിശേഷം, ഭരണവാസന്റെ സുവിശേഷം, അങ്ങനെയുള്ള സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ടിരുന്നു. പക്ഷെ ദൈവാത്മാവ് ആഗ്രഹിച്ച നിലയിൽ കാനൂനികമായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ് ഈ പുതിയ 27 പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്ന്, യേശുക്രിസ്തുവിന് പകരം മറ്റൊരു വ്യക്തിയാണ് മരിച്ചതെന്നൊക്കെ പലരും പറഞ്ഞു വരുത്തിയിരുന്നു. അപ്പോൾ അതിനെ കൃത്യമായിട്ട് അങ്ങനെയല്ല, ഞാൻ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനായതുകൊണ്ട് ആ യഥാർത്ഥം ഞങ്ങൾ യേശുവിനെ കണ്ടതും തൊട്ടതുമായ കാര്യമാണ് എഴുതുന്നത് എന്താണ് യോഹന്നാൻ വെളിപ്പെടുന്നത്. ഇനി ആ വാക്യം വായിച്ച് ഒന്നിന്റെ ഒന്ന് കൊടുത്ത് വായിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ പറയാണ് ആദ്യം മുതലുള്ളതും, കണ്ടോ, ഞങ്ങൾ അപ്പോസ്തലൻ പറയാണ് ഞങ്ങൾ കേട്ടതും, കണ്ടോ, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, ഞങ്ങൾ നോക്കിയതും, കണ്ടോ, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് കണ്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അപ്പൊ ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ലേഖനം എഴുതുന്നത്. നമുക്കറിയാം, യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരിയിരുന്ന ഒരു ശിഷ്യനായിരുന്നു. യേശു കൂടുതൽ സ്നേഹിച്ചൊരു ശിഷ്യനുമായിരുന്നു. എന്നാൽ അവസാന സമയത്ത് യേശുവിന്റെ അമ്മയെ മറിയയെ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചേ? യോഹന്നാന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അത് മാത്രമല്ല, ക്രൂസിനരികെ മറ്റു ശിഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ ക്രൂസിനരികെ ആ നിന്നൊരു ശിഷ്യനായിരുന്നു ആര്? യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ വിശേഷത്തിൽ മറ്റ് 3 സുവിശേഷത്തിൽ എഴുതപ്പെടാത്ത പല അടയാളങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏറ്റവും അടുത്ത് തൊട്ടും കണ്ടും അറിഞ്ഞതുമായ ഏറ്റവും അടുത്ത് കണ്ടതുമായ കാര്യങ്ങളാണ് ആര് എഴുതുന്നത്? യോഹന്നാൻ എഴുതുന്നത്. മാത്രമല്ല, ചില സംശയങ്ങൾ ചോദിക്കാൻ നേരത്ത് അല്ലെ യോഹന്നാനോട് പറയാ, ഗുരുവിനോട് ചോദിക്കുന്നു പറയും. കാരണം എന്താണ്? യേശുവിന്റെ മാറോട് ചാരിയിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. എന്ന് പറയാം, യേശുവിന്റെ ഹൃദയസ്തംഭനങ്ങൾ അമ്മയെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന് സാധാരണ മരണം കൈവരിച്ച ഒരു വ്യക്തിയാണ് ആര്? അപ്പോസ്തലനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ബാക്കിയുള്ളവരൊക്കെ ശിരസ്സ് ഛേദിക്കപ്പെട്ടും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടും വാളുകൊണ്ട് കുത്തപ്പെട്ടും ഒക്കെയാണ് എന്ത് ചെയ്തേക്കണേ? ആ ബാക്കിയുള്ള അപ്പോസ്തലന്മാരൊക്കെ മരിച്ചേക്കണേ. പത്രോസിനെ കുറിച്ചുള്ള പാരമ്പര്യം പറയുന്നതെങ്ങനെയാണ്? ചരിത്രം പറയുന്നതെങ്ങനെയാണ്? പത്രോസ് വൃദ്ധനായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സുവിശേഷ സംബന്ധമായ ചില പ്രതികൂലങ്ങൾ വന്നപ്പോൾ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. ആ സമയത്ത് യേശുക്രിസ്തു എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു എന്താണ് പത്രോസിന് പ്രത്യക്ഷമായെന്നാണ്. അപ്പൊ ആ സമയത്ത് ഇവൻ അനുദപിച്ചു. അവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നില്ല, മറിച്ച് എന്ത് ചെയ്യണം? യേശുവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിനെ സ്ട്രെയിറ്റ് ആണ് ക്രൂശിച്ചത്, പക്ഷെ എന്നെ തലകീഴായിട്ട് എന്ത് ചെയ്യണം? ക്രൂശിക്കണം. കാരണം ആ ഗുരുവിന്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? മരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചരിത്രം പറയുന്നത് പത്രോസിനെ തലകീഴായിട്ടാണ് എന്ത് ചെയ്തേക്കണേ? ക്രൂശിച്ചെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ അമീൻ അപ്പോസ്തലന്മാർ ബാക്കിയൊക്കെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ സാധാരണ പ്രായമായിട്ട് ഏകദേശം 100 വയസ്സോളമുള്ള ഒരു വൃദ്ധനായിട്ടാണ് ആര് മരിക്കുന്നത്? യോഹന്നാൻ മരിക്കുന്നത്. ഓക്കെ, യോഹന്നാൻ കണ്ട വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതുമ്പോൾ ഏകദേശം പ്രായാധിക്യത്താൽ എഫെസസ് സഭയുടെ സെൻട്രൽ പാസ്റ്റർ ബിഷപ്പായിരുന്നു. ബിഷപ്പ് എന്ന സെൻട്രൽ പാസ്റ്ററിന്റെ സ്ഥാനമാണ്. ആയിട്ടാണ് അവൻ പദവി അലങ്കരിച്ചത്. ആ സമയത്താണ് പത്മോസിലേക്ക് എന്ത് ചെയ്യുന്നത്? നാട് കടത്തപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യോഹന്നാനാണ് എന്ത് ചെയ്തേക്കണേ? ഈ ലേഖനം എഴുതിക്കുന്നത്. അപ്പോ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് നമ്മൾ വെളിപ്പെടുക. അപ്പൊ ഇവിടെ പറഞ്ഞു, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് 2-ാം വാക്യം, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു,
സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. കേട്ടോ, വളരെ കൃത്യമായിട്ടാണ്. ആ കണ്ടും കേട്ടും അനുഭവിച്ച കാര്യങ്ങളെയാണ് യോഹന്നാൻ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഒരു കെട്ടുകഥയല്ല പറയുന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി അട്ടിക്ക് ഞാൻ കേട്ടല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോണം. അപ്പോൾ യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ആര് പറയുന്നത്? യോഹന്നാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പത്മോസിലകപ്പെട്ടപ്പോഴും അല്ലെ ചിലർ പറയുന്നുണ്ട് യോഹന്നാനെ ദേഹമാസകൽ എന്ത് ചെയ്തിട്ടുണ്ട്, കീറി മുറിച്ചു എന്ന് പറയുന്നത്. ആ സമയത്തൊരു ശിക്ഷാരീതി ആയിരുന്നത്. ബ്ലേഡ് വെച്ച് എന്ത് ചെയ്യും, ശരീരം മൊത്തം വരയും. അമേൻ. എന്നിട്ട് യോഹന്നാനെ ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇവന് തിളച്ച എണ്ണയിൽ ഇട്ടെന്ന് പറയുന്നത്. അമേ തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് എന്താണ്, പുള്ളി കൂളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, യോഹന്നാനെ പത്മോസിലേക്ക് എന്ത് ചെയ്തേ, നാട് കടത്തപ്പെട്ടത്. അപ്പൊ ഇത്രയധികം ദൈവപ്രവൃത്തിയെ രുചിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ആര്? യോഹന്നാൻ. അങ്ങനെ പത്മോസിൽ പോയി ആരും എന്ത് ചെയ്തില്ല, തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞോ, ആരും മടങ്ങി ഒരിക്കലും തിരുവന്നത്. കാരണം എന്താണ്, അവിടെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആമേൻ ദൈവപ്രവൃത്തിയെ കണ്ട് പത്മോസിൽ നിന്ന് എന്ത് ചെയ്തു, തിരിച്ച് എഫെസോസിൽ വന്നു. അവിടെ വെച്ചാണ് ലേഖനത്തിന്റെ പകുതി ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ എന്താണ് എഫെസോസിൽ വെച്ച് എഴുതിയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ യേശുവിനെ അനുഭവിച്ചറിയുന്ന ഒരു ശിഷ്യനായിരുന്നു, അനുഭവിച്ചറിഞ്ഞൊരു ശിഷ്യനായിരുന്നു ആര്, അല്ലെ അപ്പോസ്തലനായിരുന്നു ആര്? ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ യോഹന്നാനാണ് അന്ത്യകാലത്തെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ മർമ്മങ്ങൾ എന്താണ് വെളിപ്പെടുത്തി കൊടുത്തത്. മറ്റേ പത്രോസ് അല്ലെ കൊണ്ട് യേശുവിന്റെ കൂടെ നടന്ന യാക്കോബ് ഉണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും വെളിപ്പെടാത്ത രക്തമേറിയ ആത്മീക മർമ്മമാണ് എന്ത് ചെയ്തേക്കുന്നത്, യോഹന്നാന് വെളിപ്പെട്ട് കിട്ടിയത്. യഥാർത്ഥത്തില് ഈ ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും കണക്ട് ചെയ്ത് കിടക്കുന്ന പുസ്തകങ്ങളാണ്. ചില ഭാഗങ്ങളൊക്കെ ഒരേപോലെ ഭാഗങ്ങൾ എന്താണ് രണ്ടിലും ഉണ്ട്. അപ്പൊ ഈ രണ്ട് പുസ്തകം പഠിച്ചാലും ദാനിയേലും 4 രാജാക്കന്മാരുടെ കാലത്ത് രാജകൊട്ടാരത്തിൽ ജോലി ചെയ്ത ആളായിരുന്നു ആര്? കാരണം ദാനിയേലും വയോവൃദ്ധനായിട്ടാണ് എന്ത് ചെയ്തേക്കണേ, മരിച്ചേക്കണത്. ഒരുപാട് സാമ്യമുണ്ട്, പുസ്തകങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്, പ്രായം തമ്മിൽ എന്താണ് ഇവർക്ക് തമ്മിൽ എന്ത് ചെയ്തത്, സാമ്യമുണ്ട്. നമുക്കത് വെളിപ്പാട് ദാനിയേൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഭാവം പറയാം. ഓക്കെ, ഞാൻ മടങ്ങി വരിക. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമെന്നും അല്ലെ. 1 യോഹന്നാൻ 2:22 വായിച്ചേ. 2:22. കേട്ടോ, കറക്റ്റാണ് ഇവിടെ. അതായത് ദുരുപദേശങ്ങൾ ഈ ലേഖനത്തിലൂടെ യോഹന്നാൻ എന്താണ് എതിർക്കുകയാണ്, ദുരുപദേശങ്ങളെ. കണ്ടോ, അതൊന്ന്. 2 പിശാചിന്റെ പ്രവർത്തനം ഇപ്പം ദൈവപുത്രൻ വന്നു എന്ന് പറയുന്നു. 1 യോഹന്നാൻ 4:14. 1 യോഹന്നാൻ 4:14. ഒന്ന് യോഹന്നാൻ 4:14 പിശാചിന്റെ പ്രവർത്തനത്തിലായിരിക്കാൻ. സോറി 3:8. അങ്ങനെ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ആര് പ്രത്യക്ഷമായി? ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ യോഹന്നാൻ ഈ ലേഖനത്തിലെ ചില കാര്യങ്ങൾ തെളിയിക്കുക. ഒന്ന് നമ്മൾ കണ്ടു, യേശു ക്രിസ്തു തന്നെയാണ് ക്രൂശിക്കപ്പെട്ടതെന്നും ആ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടതാണെന്നും അതൊക്കെ കൃത്യമായിട്ട് എന്താണ് ഒന്ന് യോഹന്നാൻ തെളിയിക്കുക. 2 എന്താണ്, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. 3 പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന ദൈവപുത്രനാണെന്ന് യോഹന്നാൻ തെളിയിക്കുകയാണ്. കണ്ടോ, യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം ദൈവശാസ്ത്ര വിശേഷമാണ്. അമേ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ലേഖനങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് എന്ത് ചെയ്യാണ് കൃത്യമായിട്ട് എന്താണ് തന്റെ സുവിശേഷങ്ങളിലൂടെയും ഈ ലേഖനങ്ങളിലൂടെയും യോഹന്നാൻ എന്താണ് തെളിയിക്കുകയാണ്. ഇനി ദൈവമക്കൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസ്നേഹത്തിൽ വസിക്കണമെന്നും വെളിച്ചത്തിലും വിശുദ്ധിയിലും നടക്കണമെന്നും ഉപദേശിക്കുകയാണ്. അല്ലെ, ദൈവമക്കൾ എന്ത് ചെയ്യണം? പാപങ്ങൾ ഏറ്റുപറയണം. അല്ലെ യോഹന്നാൻ എടുത്തിയ 1 യോഹന്നാൻ 1:7 വായിച്ചേ. 1:7 മുതൽ.
ആ ആ ആ ആ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനാണ്. മറ്റ് പുതിയ നിയമത്തിലെ ഏത് പുസ്തകം പഠിച്ചാലും, ഞാൻ പല പ്രാവശ്യം പുതിയ നിയമം വായിച്ചിട്ടുണ്ട്, യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷയെക്കുറിച്ചൊക്കെ റോമാലേഖനത്തിലെ വിശ്വാസ രക്ഷയെക്കുറിച്ച് പൗലോസ് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ നീതീകരണം മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മുടെ ജഡത്തിന്റെയും പ്രാണന്റെയും രക്ഷ കർത്താവിന്റെ രണ്ടാമത്തെ വരെയെങ്കിലും നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വാക്കിലും നോട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ പാപം വരുന്നത്. അപ്പൊ അങ്ങനെ ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വരുന്ന പാപങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്ന ആരാണ്? യോഹന്നാനാണ്. അതാ പറഞ്ഞത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന, അമ്മ അറിഞ്ഞു അറിയാതെ വരുന്ന ചെറിയ തെറ്റുകളും പാവങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റു പറഞ്ഞ ദിനം ക്ഷമ പ്രാപിക്കണമെന്ന് യോഹന്നാൻ ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുക. അല്ലാതെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചെന്ത് ചെയ്യല്ല, പിന്മാറി പോവല്ലേ വേണ്ടത് എന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് ഒരു തെറ്റ് ആവർത്തിക്കരുത്. നമ്മുടെ കാര്യത്തിലുണ്ടോ? അമ്മേ, ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ എന്താണ്? അറിയാതെ ഒരു തെറ്റ് വന്നാലും അത് ദിവസം നമ്മൾ ഏറ്റു പറഞ്ഞാൽ എന്താണ്? അത് ക്ഷമിക്കപ്പെടും, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ഇനി രണ്ടിന്റെ ഒന്ന് വായിച്ച്, രണ്ടിന്റെ ഒന്നും രണ്ടും കണ്ടോ? ആ ഒരു വാത്സല്യ പിതാവിന്റെ ഒരു സ്നേഹം പോലെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയ ദൈവ സ്നേഹത്തിന് ആഴം കണ്ടോ? വായിച്ചോ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായി യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഏതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപം. അവർ കൃത്യമായിട്ട് പറയുക, നമുക്ക് വേണ്ടി ആരിപ്പോ പക്ഷാതം ചെയ്യുക? സ്വർഗത്തിലിരുന്നുകൊണ്ട് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷാതം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ തട്ടിപ്പോവാത്തത്. അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് നരകത്തിലാത്ത കാര്യം എന്നറിയാമോ? ഇപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്യാന്നറിയാമോ? നമുക്ക് വേണ്ടി, നമ്മളൊരു ചെറിയ തെറ്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പക്ഷാതം ചെയ്യാം. പക്ഷെ തുടക്കത്തിൽ എന്താ പറഞ്ഞേ? രണ്ടിനും ഒന്നൊന്നും വെച്ച് അപ്പൊ ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. എന്നാ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പക്ഷാതം ചെയ്യണല്ലോ എന്നും പറഞ്ഞ് എന്നും പാപം ചെയ്യാനല്ലേ പറഞ്ഞോണ്ടേ? എനിക്ക് ഇത്ര നാൾ ഇത് അറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? തെറ്റേറ്റ് പറഞ്ഞാൽ യേശു ക്രിസ്തു ക്ഷമിക്കുന്നു മനസ്സിലാവും. അതുകൊണ്ട് ഇനി എന്നും പാപം ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഇതുവരെ ഞാൻ പേടിച്ചാ ചെയ്തത്. കാരണം ഈ പാപം ക്ഷമിക്കുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, തെറ്റ് വന്നാൽ ഏറ്റു പറഞ്ഞ ആര് ക്ഷമിക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞേ, എന്താ പറഞ്ഞു വെച്ചേ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കണമെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പാപം ചെയ്യാൻ വേണ്ടിയല്ലേ പറഞ്ഞത്? പാപം ചെയ്യാതിരിക്കാൻ. കാരണം സ്ഥിരമായിട്ട് പാപത്തിൽ തുടർന്നാൽ പിശാച് ആധിപത്യം നടക്കും, പിന്നെ നമ്മളങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ തെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, അത് ദൈവസ്ഥലം ഏറ്റു പറഞ്ഞ് ക്ഷമ പ്രാപിക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും വളർച്ച വായിക്കുക. പിന്നെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിരന്തരമായിട്ടൊരു പാപത്തിൽ തുടരുമ്പോഴാണ് പലരും ഈ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്, അല്ലേ? ഇപ്പൊ ഒരു ആട്ടുംകുട്ടി ഒരു പന്നിക്കുട്ടിയാന്നിരിക്കും. ഒരു ആട്ടുംകുട്ടി ഒരു പന്നിയും കൂടെ വരമ്പത്തോടെ പോവാ. ആ വരമ്പേന്ന് കാല് തെറ്റി ചെളിയിലേക്ക് വിടുന്നതായിരിക്കും. ആട്ടുംകുട്ടിയാണ് എന്ത് ചെയ്യും? അന്നൊന്ന് വൈകുന്നേരം വരെ ഇവിടെ കിടക്കാമെന്ന് കിടക്കുമോ? ഇല്ല, പെട്ടെന്ന് ചാടി കരക്ക് കയറില്ല, എന്റെ കുടഞ്ഞ് വൃത്തിയാക്കാൻ നോക്കും. പന്നിയാണെങ്കിലോ, രക്ഷപ്പെട്ടു, ഞാൻ ആശിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ചെളി കിട്ടാൻ വേണ്ടി ഞാൻ ആശിച്ചിരിക്കാന്ന് അവിടെ കിടന്ന് ഉരുളൂ. ഇതാണ് പന്നി ആടിന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ആരാണ്? ആടുകളാ, പന്നികളല്ല. അമേൻ. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ വേഗം കർത്താവേ ക്ഷമിക്കണേ, എനിക്ക് അറിയാതെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് കൃപ തരണം, ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ച് ക്ഷമ പ്രാപിക്കണം നീ പറഞ്ഞു വെച്ചേ. ഞങ്ങളുണ്ടോ? അപ്പൊ ഇതിനെ കുറിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഇത്തരം തെറ്റുകളെ ദൈവസ്ഥലിൽ ഏറ്റു പറയണം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് ഇത്രയധികം ആഴമായ വെളിപ്പാട് യോഹന്നാനാണ് എഴുതുന്നത്. മറ്റേത് ലേഖനങ്ങൾ പഠിച്ചാലും ഇത്ര വിശദമായിട്ട് എന്ത് ചെയ്തിട്ടില്ല. ഇതാർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് എന്ത് ചെയ്യണേ. കാരണം അത് യോഹന്നാൻ പറയുന്നത്, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ
നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമുക്കെന്ന് പറഞ്ഞാൽ ആരെ കൂടിയാ? യോഹനെയും കൂട്ടിയാ പറയുന്നേ, അല്ലാണ്ട് നമ്മൾ മാത്രമല്ല. അവൻ ഞാൻ പറഞ്ഞത് വിശ്വാസികൾക്കുള്ളതാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ തെറ്റുകളൊക്കെ വന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്യണം? ക്ഷമ പ്രാപിക്കണം. അങ്ങനെ പിശാചിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇടം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. അപ്പോൾ ദൈവമക്കൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് സ്നേഹത്തിൽ വസിക്കണം, വെളിച്ചത്തിലും വിശുദ്ധിയിൽ നടക്കാൻ ഉപദേശിക്കുന്നു. ഇങ്ങനെ ജീവിതം തുടർന്നാൽ അവർ ദൈവത്തെ സ്നേഹിക്കുകയും പിന്നെ സഹോദരന്മാരെ സ്നേഹിക്കുകയും ദൈവകൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജയാളികളായി തീരുമെന്ന് ഇവിടെ സമർത്ഥിക്കുക. ഒരു ആഴമായ ലേഖന. കുറച്ച് കാര്യങ്ങൾ ഉള്ളൂ എന്നുള്ളതെങ്കിലും അല്ലേ? ഈ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാനിൽ മാത്രം എന്തുള്ളൂ? 5 അധ്യായങ്ങളുള്ളൂ അല്ലെ? ബാക്കിയുള്ളതിലേക്ക് എത്ര ഉള്ളൂ? ഓരോ അധ്യായം വെച്ച് ഉള്ളൂ. പക്ഷെ ചെറുതാണെങ്കിലും, ലേഖനങ്ങൾ ചെറുതാണെങ്കിലും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വലിയ വലിയ വിഷയങ്ങളാണ് ഇവിടെ തെളിയിക്കുന്നത്. കാരണം ഒരു ആത്മീക മനുഷ്യന്റെ വിശുദ്ധിയും വേർപാടും, അതേപോലെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന കാര്യത്തെക്കുറിച്ച്, കർത്താവിനെ സ്നേഹിക്കുന്ന വിഷയത്തെക്കുറിച്ച്, വെളിച്ചത്തിൽ നടക്കുന്നതിനെ കുറിച്ച്, കൂട്ടായ്മയിൽ നടക്കുന്നതിനെ കുറിച്ച്, ദുരുപദേശകന്മാരെ കുറിച്ച്, ഇങ്ങനെ അനേക കാര്യങ്ങൾ എന്താണ് ഈ ചെറിയ ലേഖനത്തിൽ എന്താണ് വെളിപ്പെടുത്തി വെച്ചേക്കുക. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം അല്ലെ, യോഹന്നാൻ 1:4 1 യോഹന്നാൻ 5:13 കാണുന്നത്. ഇതിലെ പ്രധാന വിഷയങ്ങൾ വെളിച്ചം, സ്നേഹം, ജീവൻ എന്നിവയാണ്. ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ജീവനാണ്. ഇല്ലൊന്ന് വായിച്ചു നോക്കിയേ, യോഹന്നാൻ 1:5 വായിച്ചേ. യോഹന്നാൻ 1:5 അവിടെ പറഞ്ഞു ദൈവം ആരാണ്? വെളിച്ചമാണ്. ഇനി 1 യോഹന്നാൻ 4:9 4:9 1:4 വായിച്ചോ വായിച്ചോ. കണ്ടോ, അവിടെ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുക. കണ്ടോ, 1:5 കണ്ടു, ദൈവം വെളിച്ചമാണെന്ന് കണ്ടു. 4:9 എന്താ പറഞ്ഞേ? ദൈവം സ്നേഹമാണ്. ഇനി 5:12 ദൈവം ജീവനാണ്. 5:12 അതോ പുത്രനുള്ളവൻ എന്തുകൊണ്ട്? ജീവനുണ്ട്. അപ്പൊ ജീവനെ കുറിച്ച് പറയുന്നു. അപ്പൊ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിഷയങ്ങൾ എന്തൊക്കെയാണ്? 1 വെളിച്ചം, ദൈവം വെളിച്ചമാണ്. 2 ദൈവം സ്നേഹമാണ്. 3 എന്താണ്? ദൈവം ജീവനാണ്. ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ എന്ത് ചെയ്തേക്കണേ? ഉൾക്കൊള്ളുത്തി വെച്ചേക്കണേ. ഓക്കെ, നമുക്ക് വരാം. അപ്പൊ ഈ ലേഖനം ആരാ എഴുതിയേ? ഇതിന്റെ എഴുത്തുകാരൻ ഇടിമക്കൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിലുള്ള യോഹന്നാനാണ് ഈ ലേഖനം എഴുതിയേക്കണേ. സെബദിയുടെയും സലോമയുടെയും മകനാണ് ആര്? ഈ യോഹന്നാൻ. ഓക്കെ, അപ്പം ഈ യോഹന്നാന്റെ ആദ്യത്തെ തൊഴിൽ മീൻപിടുത്തമായിരുന്നു. ആരംഭത്തിൽ യോഹന്നാൻ യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. മത്തായി 4:21 വായിച്ചേ. മത്തായി 4:21 വലനാക്കണെങ്കിൽ എന്തായിരുന്നു ഒരു തൊഴില്? മീൻപിടുത്തക്കാരൻ. അപ്പനോട് കൂടെ എന്താണ്? മീൻപിടുത്തക്കാരനായിരുന്നു അല്ലെ? ഓക്കെ, ഇനി യോഹന്നാൻ 1:35-40 വായിച്ചേ. 35 വാക്യം വായിച്ചേ. 1:35 യോഹന്നാന്റെ വിശേഷം 1:35 1:35 അങ്ങനോ? അപ്പൊ ആദ്യം ആരായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? സ്നാപക യോഹന്നാന്റെ കൂടെ ആയിരുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്തിരുന്നേ? യേശുവിനെ ശിഷ്യനായി മാറിയത്. ഓക്കെ, ഇനി എന്താണ്? കർത്താവിന്റെ മാറോട് ചാരിയിരുന്നവൻ, യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ, അങ്ങനെ ഒരുപാട് ഇടിമക്കൾ എന്ന പേരെന്താണ് ഇവർക്കുണ്ട്. അങ്ങനെ എന്താണ് ഇവരെന്താ സുവിശേഷത്തിലും ലേഖനങ്ങളിലും സ്നേഹത്തെ കുറിച്ച് വളരെ കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞതിനാൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന പേരും ആർക്കും ഉണ്ട്? ഈ യോഹന്നാൻ ഉണ്ട്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് ദൈവസ്നേഹത്തിന്റെ ആഴമായ കാര്യങ്ങൾ യോഹന്നാനെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ഒരു പേരും ആർക്കും ഉണ്ട്? യോഹന്നാന് ഉണ്ട്. ഓക്കെ, ഇനി ഈ ലേഖനം ആർക്കാണ് എഴുതിയത്? ഒന്ന് എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞു. എഴുത്തുകാരൻ ആരാണ്? ഇടിമക്കളിൽപ്പെട്ട സെബദിയുടെ മകനായ യോഹന്നാൻ അപ്പോസ്തലൻ അല്ലെ? വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ. ഇനി ആർക്ക് എഴുതിയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സഭയ്ക്ക് എഴുതിയല്ല, എല്ലായിടത്തുമുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് ഏത്? ഈ യോഹന്നാന്റെ ലേഖനം.
എഴുതിയ സ്ഥലം കാലം ഏകദേശം AD 90 എഫെസോസിൽ വെച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ലേഖനം എഴുതപ്പെട്ടത്. AD 90 ഈ ലേഖനം എഴുതപ്പെട്ടത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രധാന പദം കൂട്ടായ്മ അല്ലെ. 7-ാം വാക്യത്തിൽ കണ്ടു, യേശുവിനോട് നമുക്ക് എന്ത് വേണം, കൂട്ടായ്മ ഉണ്ടാകണം എന്ന് വേണ്ടു. അപ്പൊ പ്രധാന പദം എന്താണ്, കൂട്ടായ്മ. ഇനി പ്രധാന വാക്യങ്ങൾ 1 യോഹന്നാൻ 1:3-4 വായിച്ചേ. 1:3-4. കൂടെ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. മതി. ഇനി എഴുതുന്നവരെ എഴുതിക്ക്. 1 യോഹന്നാൻ 5:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പ്രധാന വാക്യങ്ങളാണ്. ഈ പ്രധാന അധ്യായം ഇതിലെ 1-ാമത്തെ അധ്യായം തന്നെയാണത്. 1 യോഹന്നാനിലെ 5 അധ്യായം ഉള്ളത്. അതിൽ പ്രധാന അധ്യായം ഏതാണ്? 1-ാമത്തെ അധ്യായമാണ്. അവിടെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, വിവരിക്കുന്നത്. ഇനി ഇതിന്റെ പുസ്തക വിഭജനം. 1-ാം അധ്യായം 1 മുതൽ 2:8 വരെ കൂട്ടായ്മ ആരുമായിട്ട് വേണം, ദൈവമായിട്ട് വേണം. കൂട്ടായ്മ ദൈവമായിട്ട്. 1-ാം അധ്യായം 1 മുതൽ 2:8 വരെയുള്ള വാക്യങ്ങളാണ്. ഇനി 2:9 മുതൽ 2:29 വരെ കൂട്ടായ്മ ഇരുളും വെളിച്ചവുമായിട്ടുള്ള കൂട്ടായ്മ, അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, വിവരിക്കുന്നത്. 3-ാമത്തത് കൂട്ടായ്മയും സ്നേഹവും എന്നുള്ള വിഷയമാണ്. 3:1 മുതൽ 4:21 വരെ എന്താണ് വിഷയം, കൂട്ടായ്മയും സ്നേഹവും. 5:1 മുതൽ 5:21 വരെ കൂട്ടായ്മയും പ്രത്യാശയും എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ 5 അധ്യായങ്ങൾ എന്ത് ചെയ്യുന്നത്, വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചിന്തിക്കാം, യോഹന്നാനിൽ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. 1:1 വായിച്ചോ. 1 യോഹന്നാൻ 1:1. 1:1 മുതൽ 4 വരെ. അപ്പൊ ക്രിസ്തു ജീവന്റെ വചനമാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത്. ഒന്ന്, യോഹന്നാന്റെ ഈ എഴുത്തുകളിൽ അല്ലെങ്കിൽ ലേഖനത്തിൽ എന്ന ക്രിസ്തു ആരാണ്, ജീവന്റെ വചനമാണ് എന്ന് പറയുന്നത്, ജീവിപ്പിക്കുന്ന വചനമാണ് അല്ലെ. എന്നെ തിന്നുന്നവൻ എന്മൂലം എന്ത് ചെയ്യും, ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മാംസം പറിച്ച് കഴിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്. അതാണ് പലർക്കും മനസ്സിലായില്ല. യേശുവിനെ വിട്ടു പോകാനുള്ള കാരണം അതാ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ജീവന്റെ ഒപ്പമാണെന്നും എന്നെ തിന്നുന്ന എന്മൂലം ജീവിക്കുന്നതൊക്കെ യേശു പറഞ്ഞു. ആ സമയത്താണ് എല്ലാവരും വിട്ടുപോയി. അവസാനം 12 പേര് അവശേഷിച്ചു. ഞങ്ങൾ നിന്റെ രക്തം തിന്നുവോ നിന്റെ മാംസം കുടിക്കുമോ എന്നൊക്കെ അവർ ചോദിച്ചു ഇടറിപ്പോയെന്നാണ്. കാരണം അവർക്ക് മനസ്സിലായില്ല ഏത് മാംസത്തെക്കുറിച്ച്, ഈ വചനമാവുന്ന മാംസത്തെക്കുറിച്ചാണ് അവർ യേശു പറഞ്ഞത്. പക്ഷെ ഇവര് വിചാരിച്ചു യേശു ബ്ലഡ് കുടിക്കാൻ കൊടുക്കുന്നു. ഇപ്പൊ കത്തോലിക്കർ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായ വലിയൊരു ഉപദേശമാണ് അല്ലെ. കർത്തൃമേശയിൽ എന്താണ് അവര് പറഞ്ഞെന്താണ്, ബ്ലഡ് ഈ വീഞ്ഞെന്താണ് ബ്ലഡായി തീരുന്നു, അപ്പം എന്താണ് യേശുവിന്റെ ശരീരമായി തീരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നരവേദികളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം രക്തവും ശരീരവും ഭക്ഷിച്ചാൽ നരഭോജികളാണല്ലോ. പക്ഷെ ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്, ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഈ വീഞ്ഞൊരിക്കലും ബ്ലഡായി മാറുന്നില്ല, ബ്രെഡ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, യേശുവിന്റെ ശരീരമായി മാറുന്നില്ല. പക്ഷെ അതിന് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ എന്ത് തന്നെയുള്ളൂ, അപ്പം വീഞ്ഞ് തന്നെ കഴിക്കുന്നുള്ളൂ. അല്ലാതെ അത് മാംസവും രക്തമായിട്ട് നമ്മൾ കഴിക്കുന്നില്ല. ഞങ്ങളുണ്ടോ? അതാണ് തെറ്റായ ഉപദേശമാണത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയാ, അപ്പോൾ യേശുക്രിസ്തു എന്താണ്, ജീവന്റെ അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് യോഹന്നാന്റെ വിഷയത്തിൽ എന്ത് 5-6 അധ്യായങ്ങളൊക്കെ എന്ത് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന്, യേശു ജീവന്റെ വചനമാണ്. ഇനി 2, യേശുക്രിസ്തുവിന്റെ സ്വഭാവ ശ്രേഷ്ഠതകളും വിശ്വാസികൾക്കായി സ്വർഗത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ഈ ലേഖനത്തിലുടനീളം ചെയ്യാം കാണാൻ പറ്റും. അതിലൊന്ന് വായിച്ചേട്ടെ, നമ്മൾ നേരത്തെ വായിച്ചു 1:7. 1 യോഹന്നാൻ 1:7. യേശുവിന്റെ സ്വഭാവ ശ്രേഷ്ഠത. കണ്ടോ, ഈ ഉലകത്തിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് യേശുക്രിസ്തുവിനെ മറ്റുള്ള മത നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഈ ലോകത്തിൽ അമ്പ് കൊണ്ടും വാളുകൊണ്ടും റൈഫിളുകൾ കൊണ്ടും ബോംബ് കൊണ്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പല രാജ്യങ്ങളും ഈ ലോകത്തിലെ നേതാക്കന്മാർ പിടിച്ചടക്കിയിട്ടുള്ളത്.
പക്ഷെ നമ്മുടെ യേശു ക്രിസ്തു സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ് ലോകത്തെ നേടിയിരിക്കുന്നത്. കോടാനുകോടി ശിഷ്യന്മാരെ അവൻ നേടിയെടുത്തത് എങ്ങനെയാണ്? ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഥാർത്ഥമായ ദൈവമക്കൾ, യേശുവിന്റെ ശിഷ്യന്മാർ ആരെയും ഉപദ്രവിക്കാൻ പോകാത്തതിന്റെ കാരണം അതാണ്, അല്ലെ? ലോകത്തിന്റെ പഠിപ്പീര് എങ്ങനെയാണ്, അല്ലെ? ആയുധങ്ങൾ കൊണ്ടാണ് രാജ്യങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത്. ഏത് നേതാക്കന്മാരെ നോക്കിയോ? അവിടെയാണ് നമ്മുടെ യേശു ക്രിസ്തു വ്യത്യസ്തനാകുന്നത്. അമേൻ. ലോക ജനതയുടെ പാപത്തെ ക്ഷമിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാധാ ഒരു മനുഷ്യനായി ജീവിച്ച് കാൽവരിയുടെ കുലക്കലത്തിൽ സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീർന്നു. യേശു അവസാന സമയത്ത് വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി, എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല, ഒരു നേർച്ചയുടെ ആവശ്യമില്ല, ഒരു കാഴ്ചയുടെ ആവശ്യമില്ല. കാരണം രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു. ബൈബിൾ യേശുവിന്റെ രക്തം സകല പാപം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് യേശുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ആമേൻ. കാരണം യേശുവിനെ നിരസിച്ചവർക്കൊക്കെ, രക്തത്തെ നിന്ദിച്ചവർക്കൊക്കെ എന്ത് വന്നിട്ടുണ്ട്? ശിക്ഷ വന്നിട്ടുണ്ട്. പീലാത്തോസ് പറഞ്ഞില്ലേ, അല്ലേ? പിലാത്തോസ് എന്ത് പറഞ്ഞിട്ടാ കൈ കഴുകി? എനിക്കിതില് പറഞ്ഞാട്ടെ, ഒരു ഓഹരിയില്ല, അല്ലെ എന്ന് പറഞ്ഞ് പുള്ളി കൈ കഴുകി മാറി. പക്ഷെ പുള്ളിക്ക് അറിയായിരുന്നു, പുള്ളി ഇവിടെ അറിഞ്ഞിട്ടാണല്ലോ ഇത് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പം പ്രത്യക്ഷത്തിൽ പുള്ളി ഫ്രണ്ടിൽ നിന്നില്ലെങ്കിലും പുള്ളി എന്താണല്ലേ, അവന്റെ ഭാര്യ പോലും അത് പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. കാരണം ഇന്നലെ ഒരു ദർശനം ഞാൻ കണ്ടു, ഞാൻ ഒരുപാട് ദണ്ഡന അനുഭവിച്ചതുകൊണ്ട് ഇടപെടുന്ന് പറഞ്ഞതാ. പക്ഷെ പുള്ളി കൈ, ചരിത്രം പറഞ്ഞെന്ന് അറിയാമോ? ഈ പീലാത്തോസ് പിന്നെ എവിടെ വെള്ളം കണ്ടാലും പോയി കൈയ്യെഴുന്ന് പറഞ്ഞത്. പുള്ളിക്ക് മാനസിക വിഭ്രാന്തിയായി. കാരണം നീതിമാനെ ഒറ്റിക്കൊടുത്തേ. അതുകൊണ്ട് പുള്ളി എവിടെ വെള്ളം കണ്ടാലും, മരണം വരെ പുള്ളി എന്താണ്, പുള്ളി എവിടെ വെള്ളം കണ്ടാലും പോയി കൈയ്യെഴുന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഒളിച്ചും പാത്താണെങ്കിലും യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ, പ്രത്യക്ഷത്തിൽ മുന്നിൽ നിന്നില്ല എങ്കിലും, യേശുവിന്റെ ശിക്ഷാവിധി ന്യായവിധി എന്താണ്, അതിന് പുറകെ വരും, അല്ലെ? യഹൂദന്റെ ചരിത്രം നമുക്കറിയാലോ. യഹൂദന്മാരാണ് യേശുവിനെ ക്രൂശിച്ചേ. യഹൂദന്മാരാണ് യേശുവിനെ ക്രൂശിച്ചേ. യഹൂദന്മാരെന്താ പറഞ്ഞേ? ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ. ഇതേ ചരിത്രം നമുക്കറിയാം. AD 70 ആലയം നശിപ്പിക്കപ്പെട്ടു. AD 135 യഹൂദന്മാരെല്ലാവരും ഇസ്രായേലിൽ വിടേണ്ടി വന്നു. അങ്ങനെ നീണ്ട 1800 വർഷങ്ങൾ സകല രാജ്യങ്ങളിലേക്കും യഹൂദൻ ചിതറപ്പെട്ടു പോയി. യൂറോപ്പിലൊക്കെ യഹൂദ ബാലന്മാരുടെ നെയ്യെടുത്തിട്ട് അതിൽ നിന്നാണ് സോപ്പ് ഉണ്ടാക്കി അവർ ഉപയോഗിച്ചിരുന്നത്. അത്രയധികം യഹൂദ ബാലന്മാരെ കൊന്നു. അഡോൾഫ് ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നു കളഞ്ഞത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അവിടെ വ്യാധികളൊക്കെ വരുമ്പം അസുഖങ്ങളൊക്കെ പിടിപെടുമ്പോൾ ഇത് യഹൂദൻ നിമിത്തമാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുമായിരുന്നു. ഭയങ്കര ശിക്ഷാരീതികളാണ്. പറയാൻ പറ്റാത്ത അത്ര ശിക്ഷകളൊക്കെ യഹൂദന്മേലെ അവർ നടപ്പാക്കി. നാട്ടിലുള്ളവരൊക്കെ ഗർഭിണികളുടെ അകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ വളർച്ച അറിയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത കാര്യം എന്ന് പറയുമോ? അതായത് അവിടുത്തെ പടയാളികൾ വിട്ടുകൊണ്ട് എന്ത് ചെയ്യും, ഈ ചെറുപ്പക്കാരി പെൺകുട്ടികളെ എന്ത് ചെയ്യും, അവർ പീഡിപ്പിക്കും, അങ്ങനെ ഗർഭിണികളാക്കും. അങ്ങനെ ഓരോ മാസം ഓരോന്നിന്റെ വയറ് പിളർന്നു നോക്കിയിട്ടാണ് കൊച്ചിന്റെ വളർച്ച നോക്കിയിരുന്നത്. കണ്ടാൽ നമ്മൾ ഞെട്ടുന്ന ചരിത്ര. 1 മാസമായ പെൺകുട്ടീനെ എന്ത് ചെയ്യും, ഗർഭിണിയായ പെൺകുട്ടീനെ വയറ് കീറി നോക്കും, കൊച്ചിന്റെ വളർച്ച എത്രയുണ്ടെന്ന്. 2 മാസം കഴിയുമ്പം അടുത്തൊരു പെൺകുട്ടിയുടെ വയറ് കീറും. അങ്ങനെ 9 മാസം കൊച്ചിന്റെ വളർച്ച എങ്ങനെ അറിഞ്ഞേ? ഈ വയറ് കീറി വാള് കൊണ്ട് വിട്ട്, അല്ലാണ്ട് ആശുപത്രി കൊണ്ടിട്ടല്ല. അങ്ങനെയാണ്. അയ്യോ, കേട്ടാൽ ഭയങ്കരമായിട്ട്. കാരണം യേശുവിനെ തള്ളിപ്പറഞ്ഞ ശിക്ഷാരീതിയാണ്. എന്തൊക്കെ ക്രൂരതയാണെന്നറിയാമോ? ഈ സ്ത്രീകളെയൊക്കെ അവര് പൈപ്പ് വെച്ച് വെള്ളം അടിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് അങ്ങനെ വയറ് പൊട്ടി മരിക്കും. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലയിറങ്ങി വീഴും. അമ്മാതിരി ഉപദ്രവമാണ് ഓരോ രാജ്യങ്ങളും അവർക്ക് സമ്മാനിച്ചത്. പക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് മാത്രം നമ്മൾ ആരും അവർ ഉപദ്രവിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളോട് അവർക്ക് ഇത്ര സ്നേഹത്തിൽ ആത്മാർത്ഥത. കാരണം ഇവിടെയുള്ളവർ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവരെ കൈക്കൊണ്ടുള്ളൂ. അതുകൊണ്ടാണ് മട്ടാഞ്ചേരിയിലും മാളിലൊക്കെ അവരുടെ പള്ളിയും സിനഗോഗും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യേശുവിനെ തള്ളിയവർക്കുള്ള ശിക്ഷ ഉറപ്പാണത്, അതിലൊരു തർക്കമില്ല. കാരണം സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായിട്ട് പരമയാഗമായി തീരുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:18 വായിച്ചേ.
എന്തുകൊണ്ടാണ് ന്യായവിധി വരുന്നത്, ശിക്ഷാവിധി വരാനുള്ള കാരണം എന്താ? ന്യായവിധി വരാനുള്ള കാരണം എന്താണ്? 1 യോഹന്നാൻ യോഹന്നാന്റെ വിശേഷം 3:18. ബസലേൽ എഴുന്നേറ്റ് വായിച്ചോ. 3:18, യോഹന്നാന്റെ വിശേഷം 3:18. കണ്ടോ, യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. കണ്ടോ, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അടുത്തത്, ന്യായവിധി എന്നതോ വെളിച്ചമാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചമാകുന്ന ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് അണ്ടോ ഇരുളായ സാത്താനെ സ്നേഹിച്ചത് കൊണ്ടാണ് ന്യായവിധി വന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ന്യായവിധി? കണ്ടോ, ദൈവമായ ശിക്ഷിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഒരൊറ്റ വ്യക്തി പോലും നരകത്തിലേക്ക് പോകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചന്റെ പുത്രനെ തകർത്ത് കളഞ്ഞത്. എന്നിട്ടും ആ യേശുവിൽ വിശ്വസിക്കാതെ പിശാചിനെ അനുസരിച്ച് അവന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ലോകത്തിന് ന്യായവിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ സത്യം എന്ത് ചെയ്യണം, ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞത്. ഇത് മാത്രമേ സത്യമുള്ളൂ. അതേ സത്യദൈവം യേശു മാത്രമേ ഉള്ളൂ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീർന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഓരോ മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ ആമേൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഓരോ മനുഷ്യനും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ആ കാര്യത്തെയാണ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നേ, ഇവിടെ വെളിപ്പെടുത്തുന്നേ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്താണ്, നമ്മെ ശുദ്ധീകരിക്കുന്നു. കണ്ടോ, അപ്പൊ അത് യേശുവിന്റെ മാത്രം എന്താണ് പ്രത്യേകതയാണ്. ഇനി 1 യോഹന്നാൻ 1:9. അങ്ങനോ, അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിന്റെ രക്തത്തെ നമ്മൾ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നു. ഇനി അതിനുശേഷം രക്ഷിക്കപ്പെട്ട ശേഷം എന്തെങ്കിലും പാപങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ആ പാപങ്ങളെ യേശുവിനോട് ഏറ്റു പറയുമ്പോൾ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു. ഒന്ന്, യേശുവിന്റെ രക്തത്തിലൂടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. 2, യേശു എന്നാണ് പാപങ്ങളെ ക്ഷമിക്കുന്നു, അനീതിയും പോക്കി, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എന്നും നമുക്ക് ജയകരമായി ജീവിതം നയിക്കാൻ കഴിയും. കാരണം എന്താണ്, ചെറിയൊരു തെറ്റൊക്കെ വന്നപ്പോൾ നമ്മളിപ്പോ യേശുവിനോട് ഏറ്റു പറയുമ്പോൾ ആ പാപത്തിന്റെ ക്ഷമ നമുക്ക് കിട്ടും. അതുകൊണ്ട് കുറ്റബോധം മാറിപ്പോകും. ഇന്ന് ലോകക്കാരെന്തുകൊണ്ടാ ഈ കയറയിൽ തൂങ്ങിച്ചാവുന്നത്, ട്രെയിന് തലവെക്കുന്നത്, വിഷം കഴിച്ച് മരിക്കുന്നത് കൊണ്ടാ? അവിടെ അകത്ത് കുറ്റബോധം വന്ന് കിടന്ന് ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയാണ് നല്ലത് എന്നൊക്കെ ചിന്ത ആര് കൊടുക്കും? പിശാച് ഹൃദയത്തിന്റെ അകത്ത് കൊടുക്കും. ഇനി ഒരിക്കലും എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നൽ കൊടുക്കും. ഇനി എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നൽ കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബൈബിൾ പറയാണ് ദൈവമക്കൾ ജീവിതം എന്തുകൊണ്ടാണ് നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുന്നത്. 1, കർത്താവ് മടങ്ങി വരാമെന്ന് പറഞ്ഞു. 2, നമ്മുടെ ജീവിതത്തിൽ ചെറിയ തെറ്റുകളൊക്കെ വന്നാലും എന്താണ്, അത് യേശുവിനോട് ഏറ്റു പറയുമ്പോൾ യേശു ക്ഷമിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് പിന്നെയും നമ്മളെ കുറ്റബോധം പേർക്കും നടക്കാതെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചവർ അവൻ നിന്നെ പുലർത്താമെന്ന വചനപ്രകാരം നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും നമ്മുടെ കർത്താവിന്റെ തന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഓരോ ദിവസം ജീവിക്കുന്നതിന്റെ കാര്യം എന്താണ്? യേശു ആരാണ്? പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. ഇനി 2:1, 1 തന്നെ 2:1. അങ്ങനെ മൂന്നാമത്തെ എന്താണ്? നീതിമാനായവനാണ് യേശു ക്രിസ്തു. ഇന്ന് ലോകത്തിലുള്ളതല്ലേ കോടതികളൊക്കെ നീതിയില്ലാത്ത വിധിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പല സാമർത്ഥ്യമുള്ള വക്കീലന്മാരുണ്ടെങ്കിൽ വിധിയൊക്കെ എന്താണല്ലേ, ആളൂര് കൊല്ലപ്പെട്ടു, പുള്ളി വിചാരിച്ച കുറെ നാൾ കൂടി ജീവിക്കുന്ന, പക്ഷെ ഇടയ്ക്ക് എന്ത് ചെയ്തു? തട്ടിപ്പോയി. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു?
അല്ലെ? ഗോവിന്ദചാമിയുടെ കേസൊക്കെ വാദിച്ച ആളാണ്. സകല ഉടായ്പ കേസുകളും വാദിച്ച് ജയിപ്പിക്കുന്ന ആളായിരുന്നു ആളൂര്. പുള്ളി എന്താണ് തട്ടിപ്പോയി. കാരണം ഇങ്ങനെയുള്ളവന്മാരൊക്കെ അധികം നാൾ എന്ത് ചെയ്യില്ല, കർത്താവ് വാഴിക്കില്ല. ഏത് സമയം എവിടെയും ഒരു നീതി വേണമല്ലോ. ആമേൻ. അപ്പൊ ഇതിലേക്ക് എന്താണ്? നീതിവാനായ യേശു ക്രിസ്തു, കാരണം നീതിയോടെ ഭരണം നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നീതിയില്ലാത്തൊരു കാര്യത്തിന് എന്ത് ചെയ്യില്ല നമ്മുടെ യേശു ക്രിസ്തു ഇടപെടില്ല, നിൽക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നീതിയുള്ള കാര്യം മാത്രമേ ആര് ചെയ്യുള്ളൂ? യേശു ചെയ്യുള്ളൂ. അടുത്തത് ഇനി 2:2 അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു. അടുത്തത് നമ്മുടേതിന് മാത്രമല്ല, കണ്ടോ, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമാണെന്ന് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ പാപങ്ങൾ എന്താണ്? ചെറിയ തെറ്റുകളൊക്കെ ഒരു മുളയിട്ട് പറയുമ്പോൾ നമ്മൾ ക്ഷമിക്കും. മാത്രമല്ല ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ സകല ലോകത്തിന്റെയും പാപങ്ങൾ എന്താണ് ക്ഷമിക്കാൻ ആർക്ക് കഴിയും? യേശു ക്രിസ്തുവിന് കഴിയും. ഉണ്ടോ? സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു. ഇപ്പൊ യേശു ക്രിസ്തു അവൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരുവൻ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ എന്താണ്? അവന്റെ പാപം എന്താണ്? ക്ഷമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. യേശുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി 2:20 2:20 കണ്ടോ? അപ്പോൾ പരിശുദ്ധനായ ക്രിസ്തുവിനാൽ അഭിഷേകം നമുക്ക് കിട്ടും, അല്ലെ? യേശു ക്രിസ്തു പറഞ്ഞു, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ അയക്കും. ഞാൻ പോകുന്നത് നല്ലതാണ്, അല്ലെ? ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥൻ എന്ത് ചെയ്യില്ല, വരില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പൊ പിതാവിനോട് അപേക്ഷിച്ചിട്ട് യേശു ക്രിസ്തു അപേക്ഷിച്ചിട്ടാണ് കാര്യസ്ഥനെ എന്ത് ചെയ്തേക്കണേ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ എഴുതിക്കുന്നതാണ് പരിശുദ്ധനായ ക്രിസ്തുവിനാൽ അഭിഷേകം. യഥാർത്ഥത്തില് ഒരു ശക്തമായ ഒരു അഭിഷേകം നമ്മളുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നത്. അതാണ് ലോകത്തിൽ നമ്മൾ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. പക്ഷെ എന്താണെന്ന് പറയുക, ഈ കാലഘട്ടത്തിൽ പിശാച് എന്ത് ചെയ്യുന്നില്ല. പണ്ടൊക്കെ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് ദൈവസഭയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു, ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. ഇന്ന് നേതൃത്വത്തിന് അതിന് താല്പര്യമില്ല. അവർ ലോകത്തിന്റെ മുഖത്ത് ഓടിക്കൊണ്ടിരിക്കുക. ആത്മീയ അന്ധത പ്രാപിച്ച ഗേഹസ്യമാരെ പോലെ ധനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. യഥാർത്ഥത്തിൽ എങ്ങനെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നത്? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. കാരണം പരിശുദ്ധാത്മാവാണ് സകല സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മളെ വഴി നടത്തുന്നത്. യഥാർത്ഥമായിട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസ്നേഹത്തിൽ നമ്മൾ നിന്നാണല്ലോ. ഒരാവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊന്നും പോയി നമ്മൾ കുടുങ്ങില്ല. ആവശ്യമില്ലാത്ത കേസുകളൊന്നും കുടുങ്ങില്ല. ആവശ്യമില്ലാത്ത ബന്ധത്തിൽ നമ്മൾ പോയി കുടുങ്ങില്ല. എന്താന്ന് പറയുമോ? യഥാർത്ഥമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അഭിഷേകം തരുന്ന കർത്താവിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ഓക്കെ. ഇനി 3:2 നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കണ്ടോ? അവിടെ പറയാണ്, ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ വിശ്വാസികൾ ആരെ പോലെ ആകുന്നു? കർത്താവിനോട് സദൃശ്യന്മാരാകുന്നു. കണ്ടോ? എന്നാലോചിക്ക്, അടച്ചിട്ട റൂമിന്റെ അകത്ത് വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു പറഞ്ഞു, അല്ലേ? ശിഷ്യന്മാര് പേടിച്ചിരിക്കുക റൂമിന്റെ വാതിലൊക്കെ അടച്ചിട്ട്. കാരണം യേശു ക്രിസ്തു മരിച്ചു, അല്ലേ? ഇനി ഇവരെ പിടിക്കുമെന്ന് പേടിച്ചിട്ടാ പാവങ്ങള്. ആമേൻ. അത് അഭിഷേകം വരുന്നതിന് മുമ്പ്. പക്ഷെ അഭിഷേകം വന്നതിന് ശേഷം പത്രോസിന്റെ ഒറ്റ പ്രസംഗമാണ്, യഹൂദന്മാരെ നിങ്ങളാണ് യേശുവിനെ കുറിച്ച് എന്നുള്ള പ്രസംഗമുണ്ട്. അപ്പൊ അഭിഷേകം പ്രാപിച്ചാൽ നമുക്ക് ധൈര്യം കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത്. യഥാർത്ഥമായ അഭിഷേകം ഉണ്ടെങ്കിൽ പിശാച് എന്ത് വന്ന് പേടിപ്പിക്കാന്ന് നോക്കിയാലും നമ്മൾ പേടിക്കില്ല. കാരണം എന്താണ്? ധൈര്യത്തിന്റെ ആത്മാവാണ്, പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് കാത്തിരുന്ന് നമ്മൾ പ്രാപിക്കണം. ആരാധിച്ചും സ്വത്രം പറഞ്ഞ്, കർത്താവേ ഞങ്ങളുടെ അഭിഷേകത്തെ ഞങ്ങൾ നിറക്കണേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ദൈവത്തിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നമുക്ക് ഈ അഭിഷേകങ്ങളെ തരും. ഇനി കുറെ കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. അമ്മയെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഹന പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ